പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതം മോർണിംഗ് മന്ന സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ മാന്യ ക്രിസ്തീയ സ്നേഹിതർക്കും വന്ദനം. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായിട്ടായിരിക്കാൻ കർത്താവ് ഇതിന് സാവകാശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുക. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം നമ്മളെ സൂക്ഷിച്ചു കരുതി പരിപാലിച്ചു. മോശയുടെ ജീവിതാനുഭവങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. പുറപ്പാട് ദിവസം 32 അധ്യായം നമുക്കറിയാം. മോശ ദൈവത്തോടൊപ്പം ആ സീനായി പർവ്വതത്തിലായിരിക്കുക. ഇത് ദൈവം വാഗ്ദത്തം ചെയ്തതാണ് കേട്ടോ. നീ ഈ പർവ്വതത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുമെന്നുള്ളതൊരു അടയാളം. അങ്ങനെ മോശ പർവ്വതത്തിന് മുകളിലോട്ട് കയറിപ്പോകുന്നതും 40 ദിനരാത്രങ്ങൾ ദൈവത്തോടൊപ്പം ആയിരിക്കുന്നതും നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഈ സമയത്താണ് ദൈവം തൻ്റെ വിരലുകൊണ്ട് എഴുതിയ കൽപ്പലക മോശയുടെ കരത്തിലേക്ക് കൊടുക്കുന്നത്. ആമേൻ. ഈ സമയം ആമേൻ ജനം താഴെ എന്ത് ചെയ്യുക? അഹരോൻ്റെ നേതൃത്വത്തിൽ കൊടും പാപം ചെയ്യുക. അഹരോൻ ചെയ്ത 3 തെറ്റുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോവുക. അത് നമ്മുടെ ജീവിതത്തിൽ ഭവിക്കാതിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അതിനെ തിരിച്ചറിഞ്ഞ് നമുക്ക് ആമേൻ ജയിച്ചു മുന്നേറാൻ ദൈവം കരുത്ത് തരട്ടെ. 1, ഹല്ലേലൂയ, ജനത്തിൻ്റെ വാക്ക് അവൻ കേൾക്കുകയാണ്. കണ്ടോ? ജനത്തിൻ്റെ വാക്ക്. ജനമൊക്കെ തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അതവിടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. കേട്ടോ? കാളക്കുട്ടിയെ വാർത്ത് ഉണ്ടാക്കി. മോശയുടെ കയ്യിൽ ഇപ്പോൾ പ്രമാണം ഇരിക്കുക. 1ാമത്തെ കൽപ്പന ലംഘിക്കുന്ന അനുഭവമായത്. ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത്. ഇസ്രായേൽ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇത് മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ദൈവമാണെന്ന്? ആമേൻ. വചനം പറയുന്നു നികൃഷ്ട ബുദ്ധി കേൾപ്പിക്കുമെന്ന്. ഹല്ലേലൂയ. നേരെ ആയില്ലെങ്കിൽ ദൈവം നികൃഷ്ട ബുദ്ധി കേൾപ്പിക്കും. ദൈവം ഇതിലെ പരിഹാസപ്പെടത്തക്ക രീതിയിൽ, അപഹാസ്യരാകത്തക്ക വിധത്തിൽ ഒക്കെ ചില സംഭവിക്കും. പിന്നെ കരഞ്ഞ് നിലവിളിച്ചിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ജനത്തിൻ്റെ വാക്കല്ല അഹരോനെ ഞാനും നീയും കേൾക്കേണ്ടത്, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കണം. കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടാൽ ഇങ്ങനെ സംഭവിക്കും. അഹരോൻ്റെ കാഴ്ചപ്പാട് ഇപ്പം നഷ്ടപ്പെട്ടു. മോശയുടെ പച്ചപ്പി പോകുന്നതല്ലാതെ ഇവനും ദൈവമായിട്ടൊരു ബന്ധമില്ല. അല്ലെങ്കിൽ ഈ ജനം വന്ന് പറയുമ്പോൾ അവിടെ വാക്ക് കേട്ട് ഈ ദൈവത്തെ ഉണ്ടാക്കി കൊടുക്കുവോ? ഇല്ല. അവൻ്റെ ആത്മീകമായ കാഴ്ചപ്പാട് മന്ദീഭവിച്ചിരിക്കുകയാണ്. സ്തോത്രം. 2ാമതായിട്ട് അഹരോൻ അത് കണ്ടാറെ അതിൻ്റെ മുമ്പാകെ ഒരു യാഗപീഠം പണിതു. നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. കേട്ടോ? ഈ കാളക്കുട്ടിയെ കണ്ട അഹരോൻ അതിനൊരു യാഗപീഠം പണിതെന്ന് എന്നുവെച്ചാൽ ഉടമസ്ഥാവകാശം, യാഗം ഈ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. ഈ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിധേയപ്പെടുത്തി കൊടുക്കുക. അടുത്തതായിട്ട് പിറ്റേന്നാൾ അവർ അധികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു, സമാധാനയാഗങ്ങളും അർപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. കേട്ടോ? എത്ര ഗുരുതരമായ പാപം! മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ഇവിടുതാ സംഭവിക്കുന്നത്. ഈ അഹരോൻ അല്പമെങ്കിലും കാഴ്ചപ്പാടുണ്ട് പറഞ്ഞുകൂടായോ? നോ, ദൈവത്തെ നമുക്കൊരു രൂപത്തിനകത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാളക്കുട്ടിക്കകത്ത് നമുക്ക് ആ ദൈവത്തെ ഒതുക്കാൻ പറ്റത്തില്ല എന്ന് ദൈവസന്നി പറഞ്ഞിരുന്നെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ ഒരു കാളക്കുട്ടി പുറത്തു വരത്തില്ല. അതുകൊണ്ട് ആത്മീക മേഖലകളിൽ നിൽക്കുന്ന ദൈവമക്കളോട്, ദൈവദാസന്മാരോട്, ദൈവവേല ചെയ്യുന്നവരോട്, ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ ആത്മനിയോഗത്തിൽ പറയുന്നു, ജനത്തിൻ്റെ വാക്കല്ല ഞാൻ നിങ്ങൾ കേൾക്കേണ്ടത്, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കണം. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം. ആ ശബ്ദത്തിനനുസരിച്ച് മുന്നേറിയാലുണ്ടല്ലോ, ഒരിടത്തും ഞാൻ നിങ്ങളെ രചിക്കേണ്ടി വരത്തില്ല. ഒരിടത്തും ഞാൻ നിങ്ങൾ പരാജയപ്പെടേണ്ടി വരത്തില്ല. എവിടെയും തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ മുന്നോട്ട് പോകാൻ ദൈവം നമുക്ക് കരുത്ത് നൽകും. ഈ 32 അധ്യായത്തിൽ അടുത്തൊരു ഭാഗമുണ്ട്. അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കുക. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരത്ഭുതകരമായ ദൈവപ്രവൃത്തി ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കൽപ്പിക്കണമേ.
മഹത്വം മുഴുവൻ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.